പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. റോ എപ്പിസോഡ് ആരംഭം കുറിക്കുന്നത് കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടാൻ പോകുന്ന ഒബാഫെമിയും ജെ ഊസോയും തമ്മിലുള്ള ഫേസ് ടു ഫേസ് സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ്. കിങ് ഓഫ് ദ റിംഗ് എന്ന് പറയുന്ന ഈ ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരം നടക്കുന്നത് ഈ ശനിയാഴ്ച സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്ത് വെച്ച് നടക്കുന്ന നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലാണ്. രാത്രി 10:30 മുതലാണ് നമുക്ക് ഇന്ത്യയിൽ നെറ്റ്ഫ്ലിക്സിലൂടെ നമുക്ക് ഈ ഒരു ഷോ ലൈവ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഷോയുടെ ആദ്യ മണിക്കൂറിലായിരിക്കും കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരം നടക്കുക എന്നുള്ളതും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. പതിവ് പോലെ ഒബാഫെമി റിങ്ങിലേക്ക് വരുന്നു. അദ്ദേഹം ക്രൗഡിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. അങ്ങോട്ടേക്ക് അദ്ദേഹം ഏതൊരു ചാമ്പ്യൻഷിപ്പിനായിരിക്കും ചലഞ്ച് ചെയ്യാൻ പോകുന്നത്, അതായത് കിങ് ഓഫ് ദ റിംഗ് വിജയിച്ചാൽ താൻ ഏത് ചാമ്പ്യനെയായിരിക്കും സമ്മർ സ്ലാമിൽ ചലഞ്ച് ചെയ്യാൻ പോകുന്നത് എന്ന് പറയാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ജെ ഊസോ വരുന്നു. ജെ ഊസോ വന്നിട്ട് അദ്ദേഹത്തെ എഴുതി തള്ളാൻ സാധിക്കില്ല എന്നുള്ളതും ഒബാഫെമിയെ പരാജയപ്പെടുത്തും എന്നുള്ളതും അവകാശപ്പെടുന്നു. താൻ റോയൽ റംബിൾ വിജയിക്കില്ല എന്നും വേൾഡ് ചാമ്പ്യൻ ആകില്ല എന്നൊക്കെ പലരും ഇങ്ങനെ തന്നെ തള്ളിക്കളയുന്ന രീതിയിൽ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം മറികടന്ന് താൻ ഇവിടം വരെ എത്തി എന്നുള്ളതും ജെ ഊസോ പറയുന്നുണ്ട്. അപ്പോൾ ജെ ഊസോയും ഒബാഫെമിയും തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് സെഗ്മെൻറ്റ്, അവർക്ക് തമ്മിലുള്ള വിജയിക്കാൻ വേണ്ടി അവർ ഒരു മേധാവിത്വം വാക്കുകളിലൂടെ നടത്തുന്ന ഒരു സെഗ്മെൻറ്റ് എന്നുള്ളതിൽ ഉപരി ഒരു ഫൈറ്റൊന്നും നമുക്ക് അവിടെ കാണാൻ സാധിച്ചില്ല. അങ്ങനെ കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരത്തിന് നല്ല ബിൽഡപ്പ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഫേസ് ടു ഫേസ് സെഗ്മെൻറ്റാണ് ഓപ്പണിംഗ് ഭാഗമായിട്ട് റോ എപ്പിസോഡിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിച്ചത് റോ എപ്പിസോഡിലെ ആദ്യ ബാക്ക് സ്റ്റേജ് സെഗ്മെൻ്റ് ആയിരുന്നു. LA നൈറ്റ് ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ സംബന്ധിച്ച് റോ ജനറൽ മാനേജറോട് ഒരു പരാതി ഉന്നയിക്കുന്നു. അങ്ങോട്ടേക്ക് ജിമ്മി ഊസോ വരുന്നു. ജിമ്മി ഊസോ ബ്ലഡ് ലൈനുമായിട്ട് LA നൈറ്റിന് എന്താണ് പ്രശ്നം എന്നുള്ളതൊക്കെ ചോദിക്കുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു വാക്ക് തർക്കം റോ എപ്പിസോഡിൽ LA നൈറ്റ് വേഴ്സസ് ജിമ്മി ഊസോ തമ്മിലുള്ള ഒരു സിംഗിൾസ് മാച്ച് ഇംപ്രൊമോട്ട് മാച്ചിലേക്ക് കൊണ്ടുപോകുന്നു. തിരികെ റോ എപ്പിസോഡ് റിങ്ങിലേക്കാണ് വരുന്നത്. അവിടെ ആദ്യത്തെ ഒരു റെസ്ലിംഗ് മാച്ച് വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് നടക്കുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ ബ്രീ ബെല്ല, പേജ് തുടങ്ങിയവരുടെ ടീം ലൈറ വാൽക്കീരിയ, ബെയ്ലി തുടങ്ങിയവരുടെ ടീമിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. നല്ല മത്സരമായിരുന്നു. ഈ രണ്ട് ടീമും ഫേസ് ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ട്രിക്കി ആയിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് ഒന്നും നമുക്ക് ഇതിൽ കാണാൻ സാധിച്ചില്ല. എന്നാലും കഴിവിൻ്റെ പരമാവധി രണ്ട് ടീമും വിജയത്തിന് വേണ്ടി പോരാടുന്നു. അവസാനം പേജ് ആ താരത്തിൻ്റെ ഹോം ടൗൺ എന്ന് പറയാൻ സാധിക്കുന്ന UK വെച്ച് നടന്ന ഒരു ഷോ ആയിരുന്നു. ഈ ലണ്ടൻ എന്ന് പറയുന്ന കാണികൾക്ക് മുൻപിൽ ലൈറ വാൽക്കീരിയെ പിൻ ചെയ്തിട്ട് വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ നിലവിലെ ചാമ്പ്യന്മാർ സെലിബ്രേറ്റ് ചെയ്ത് ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നു. പതിവ് പോലെ ലൈറ വാൽക്കീരിയയും ബെയ്ലിയും ഹഗ് ചെയ്യുന്നു. പരാജയപ്പെട്ടതിലെ ഒരു വിഷമമാണെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. അപ്രതീക്ഷിതമെന്നോണം ലൈറ വാൽക്കീരിയയുടെ ഒരു ഹീൽ ടേൺ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കുറച്ചധികം നാളുകളായിട്ട് ഇവർ ടീമായി പോകുന്നുണ്ട്. ഇവർക്ക് വലിയ വിജയങ്ങളൊന്നും ഇതുവരെ നേടിയെടുക്കാനും സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവരുടെ ടീം സ്പ്ലിറ്റ് ആകുന്നത് നല്ലൊരു ഓപ്ഷനാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് കൃത്യമായി ഇന്നത്തെ റോ എപ്പിസോഡിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതും ഡെലിവർ ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. കുറച്ച് ബ്രൂട്ടലായിട്ടുള്ള ആക്രമണമായിരുന്നു ലൈറ വാൽക്കീരിയയുടെ ഭാഗത്ത് നിന്ന് ബെയ്ലിക്കെതിരെ. ആ റോപ്പിലേക്ക് ബെയ്ലിയെ ഇടുന്ന ഒരു രംഗമൊക്കെ കണ്ടാൽ ബെയ്ലിക്ക് ഇഞ്ചുറി പറ്റിയെന്ന് തോന്നിപ്പിച്ചു പോകും. 2 തവണയാണ് തന്നെ റോപ്പിലേക്ക് ബെയ്ലിയെ വലിച്ച് അടിച്ചിടുന്നത്. അങ്ങനെയുള്ള ഒരു മൊമെൻറ്റ് അവസാനം ഒഫീഷ്യൽസൊക്കെ വന്നിട്ട് പിടിച്ചു മാറ്റുന്നു. ഈ 2 പേരുടെ ഭാഗത്തു നിന്നും ഈ ഒരു ആക്രമണത്തിന് ശേഷമുള്ള ഒരു കമൻറ്റ് വരാത്തതും അവരുടെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് അവർ റിവീൽ ചെയ്യുന്നത് ഒരു ചോദ്യമായിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു സ്റ്റോറിയുടെ സ്റ്റാർട്ടിംഗ് ആണ്. സമ്മർ സ്ലാമിലായിരിക്കും ഇവരുടെ മത്സരം നടക്കാൻ സാധ്യത. റോ എപ്പിസോഡിൽ മറ്റൊരു ഇൻ റിംഗ് സെഗ്മെൻ്റാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ചാഡ് ഗാബിൾ അങ്ങനെ ഒരു സെഗ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി റിങ്ങിലേക്ക് വരുന്നു. അദ്ദേഹം മൈക്കെടുത്തുകൊണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം കുറച്ച് ലൂച്ച റെസ്ലേഴ്സിനോട് മാപ്പ് പറഞ്ഞതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നു. തൻ്റെ കുറച്ച് കൂട്ടുകാരെ താൻ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്, അവരോടും തനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുന്നു. ആൽഫ അക്കാദമിയിലെ ഓട്ടിസ്, അക്കീറ ടൊസാവ, മാക്സിനി ഡുപ്രി തുടങ്ങിയവർ റിങ്ങിലേക്ക് വരുന്നു. ഇതിൽ ആൽഫ അക്കാദമി എന്ന് പറയുന്ന ടീമിലെ ഓരോ മെമ്പേഴ്സിനെയും മെൻഷൻ ചെയ്തുകൊണ്ട് അവരോട് ചാറ്റ് ഗാബിൾ ചെയ്ത കാര്യങ്ങൾ ചാറ്റ് ഗാബിൾ ഓർമ്മിച്ചെടുക്കുന്നു. അവരോട് മാപ്പ് പറയുന്നു. മാക്സിനി ഡുപ്രി കഴിവുള്ള ഒരാളാണെന്നും തനിക്ക് ഇതുവരെ എടുക്കാൻ സാധിക്കാത്ത ആ ഒരു ചാമ്പ്യൻഷിപ്പ് മാക്സിനി ഡുപ്രി ഇപ്പോൾ എടുത്തു കഴിഞ്ഞു എന്നുള്ളതും മാക്സിനി ഡുപ്രിയുടെ കഴിവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അത് മനസ്സിലാക്കി തരുന്നു എന്നൊക്കെ ചാറ്റ് ഗാബിൾ പറയുന്നു. ഓട്ടീസിൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ സംബന്ധിച്ച് ചാറ്റ് ഗാബിൾ സംസാരിക്കുന്നു. അക്കീറ ടൊസാവയെ തഴഞ്ഞതിനെ സംബന്ധിച്ചും ചാറ്റ് ഗാബിൾ സംസാരിക്കുന്നു. അങ്ങനെ ഇവരോട് മാപ്പ് പറയുന്നു. തൻ്റെ കൂടെ നിൽക്കണം, തന്നെയും ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കണം എന്നുള്ളത് ചാറ്റ് ഗാബിൾ ആവശ്യപ്പെടുന്നു. ഓട്ടീസ് ആണെങ്കിൽ ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ ഒരുങ്ങി നിൽക്കുന്നു. പക്ഷേ മാക്സിനി ഡുപ്രി അതിനൊരു തടയിടുന്നു. മാക്സിനി ഡുപ്രി പറയുന്നുണ്ട്, മുൻപൊക്കെ നീ പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്നു, കൂടാതെ
താൻ ആ ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നിൻ്റെ സഹായമില്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുമെന്ന്. നീയാണ് ഞങ്ങളെ ഇട്ടിട്ട് പോയത്. ആ ഒരു സിറ്റുവേഷനാണ് എനിക്കിപ്പോൾ ഉള്ളത്. അതേ വഴി തന്നെ ഞങ്ങളും ചൂസ് ചെയ്യുന്നു. നീ ഇനി ഒറ്റയ്ക്ക് നിന്നാൽ മതി, ഞങ്ങളുടെ കൂടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അക്കീറ ടൊസാവയെ വിളിച്ച് റിങ്ങിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നു. ഓട്ടീസ് ആണെങ്കിൽ മനസ്സോടുകൂടി ഒരു 50-50 ചാൻസോടുകൂടി ഷേക്ക് ഹാൻഡ് കൊടുക്കണോ അതോ മെക്സിനി ഡുപ്രിയുടെ കൂടെ പോകണോ എന്നുള്ളൊരു രീതിയിൽ നിൽക്കുന്നു. അവസാനം മെക്സിനി ഡുപ്രിയുടെ കൂടെ ഓട്ടീസ് പോകുന്നതും കാണാൻ സാധിച്ചു. പെർഫെക്റ്റ് എക്സിക്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആയിരുന്നു ഈ ഒരു സെഗ്മെൻറ്റും. ഈ ചാഡ് ഗേബിൾ ഈ റോയിലേക്ക് വന്നതിന് ശേഷം ചാഡ് ഗേബിൾ അദ്ദേഹം ആ എൽ ഗ്രാൻഡ് അമേരിക്കാനോ എന്ന് പറയുന്ന കഥാപാത്രത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്ക് അത് ഓരോന്നോരോന്നായിട്ട് അദ്ദേഹം മാപ്പ് പറഞ്ഞ് തന്നെ പഴയ ചാഡ് ഗേബിൾ ആയിട്ട് കാണണം എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം എല്ലാ കഥാപാത്രങ്ങളെയും പോയി അങ്ങോട്ടേക്ക് മീറ്റ് ചെയ്യുകയാണ്. അതിൽ ആൽഫ അക്കാദമി എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ചാഡ് ഗേബിളിൻ്റെ ഇപ്പോഴത്തെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ഒരു അവിഭാജിക ഘടകമാണ്. അതുകൊണ്ട് അവരോട് മാപ്പ് പറയാനാണ് ചാഡ് ഗേബിൾ ശ്രമിച്ചത്. പക്ഷേ അത് ഫസ്റ്റ് ടൈം അത് സക്സസ്ഫുൾ ആയിട്ടില്ല. ഇനി ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്തായാലും ഉണ്ടായേക്കും. മെക്സിനി ഡുപ്രിയെ ചെറിയ രീതിയിലൊരു ഹീൽ എന്നുള്ളൊരു രീതിയിലാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അത് പെർഫെക്റ്റ് ആയിട്ട് താരം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇനി ഓട്ടീസ്, അക്കീറ ടൊസാവ തുടങ്ങിയവർക്കൊരു പ്രശ്നം വരുമ്പോൾ ചാഡ് ഗേബിൾ വന്നിട്ട് സഹായിക്കാനും മെക്സിനി ഡുപ്രിയുമായിട്ടുള്ള ചില ഒരു വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാനും തുടർന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് അതിലൂടെ ബിൽഡാകാനും സാധ്യതയുണ്ട്. കുറേയധികം സ്റ്റോറി പാറ്റേണുകൾ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും റോ എപ്പിസോഡിൽ മിഡ് കാർഡ് ലെവലിൽ ഇപ്പോൾ സ്റ്റോറി ഒന്നിനൊന്ന് മെച്ചമായി മാറുന്നതാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. പിന്നീട് റോ എപ്പിസോഡിലെ രണ്ടാമത്തെ മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈതൻ പേജ് വേഴ്സസ് ഡ്രാഗൻ ലീ തമ്മിലുള്ള മത്സരം. ഇന്നത്തെ റോ എപ്പിസോഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഈതൻ പേജും ഡ്രാഗൻ ലീയും തമ്മിലുള്ള ഈ ഒരു മത്സരം. ഡ്രാഗൻ ലീയുടെ ഹൈ ഫ്ലൈയിങ് മൂവ്സും ഇതിനെ കൗണ്ടർ ചെയ്യുന്ന ഈതൻ പേജിൻ്റെ ക്ലാസിക് റെസ്ലിംഗ് മൂവ്സും അങ്ങനെയുള്ള ഒരു പോരാട്ടമായിരുന്നു ഇവർക്കിടയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഈതൻ പേജ് എന്ന് പറയുന്നത് വിജയിക്കാൻ വേണ്ടി ഏതൊരു അറ്റം വരെയും അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളെ കൊണ്ടുപോകുന്ന റെസ്ലറായിരുന്നു. ഒരു ലോ ബ്ലോ ആണെന്ന് ചോദിച്ചാൽ ലോ ബ്ലോ അല്ലേ എന്ന് ചോദിച്ചാൽ അതേ എന്നുള്ളൊരു രീതിയിലാണ് ഈതൻ പേജ് ഡ്രാഗൻ ലീക്കെതിരെയുള്ള ഒരു വിജയം കരസ്ഥമാക്കുന്നത്. എന്തായാലും ഇവരുടെ സ്റ്റോറി, ഈ ഈതൻ പേജ്, റൂസേവ്, അതുപോലെ തന്നെ റെയ് മിസ്റ്റീരിയോ, ഡ്രാഗൻ ലീ, പെൻറ്റ, ഇവരുടെ സ്റ്റോറി ഈ മത്സരം കൊണ്ടൊന്നും അവസാനിക്കില്ല. അത് ഇനിയും തുടർന്നു കൊണ്ടുപോകും എന്നുള്ള രീതിയിൽ കുറച്ച് സെഗ്മെൻറ്റ്സും റോ എപ്പിസോഡിൽ കാണാൻ സാധിക്കുകയുണ്ടായി. റോ എപ്പിസോഡിൽ പിന്നെയും ഒരു ഇൻ റിംഗ് സെഗ്മെൻ്റ് ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ ഈ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന ശനിയാഴ്ച നടക്കാൻ പോകുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഏറ്റുമുട്ടാൻ പോകുന്ന ഇയോ സ്കൈയും വുമൻസ് വേൾഡ് ചാമ്പ്യനായ ലിവ് മോർഗനും തമ്മിലുള്ള ഫേസ് ടു ഫേസ് സെഗ്മെൻറ്റ്. ആദ്യം ഇയോ സ്കൈ വരുന്നു. ഇയോ സ്കൈ ഈ ടൂർണമെൻറ്റ് ഫൈനലിലേക്ക് എത്തിയതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നു. അങ്ങോട്ടേക്ക് ലിവ് മോർഗൻ വരുന്നു. ഈ ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ക്രൗൺ തൻ്റെ തലയിലേക്ക് വെക്കുക എന്നുള്ളത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. താൻ വിജയിച്ച പോലെയാണെന്നുള്ള വലിയ ഓവർ കോൺഫിഡൻസോട് കൂടിയിട്ടുള്ള ഒരു സംസാരം പതിവ് പോലെ ലിവ് മോർഗൻ്റെ ഭാഗത്ത് നിന്ന് ഇയോ സ്കൈക്കെതിരെ വരുന്നു. റിയ റിപ്ലിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഡബിൾ ചാമ്പ്യൻ ആകുമെന്നും റിയ റിപ്ലിയെ അപമാനിക്കുമെന്നുള്ളതും ഈ ലിവ് മോർഗൻ ഇയോ സ്കൈയോട് പറയുന്നുണ്ട്. തുടർന്ന് ചെറിയ രീതിയിലുള്ള ഒരു ഫൈറ്റിന് തുടക്കം കുറിക്കുന്നു. ആദ്യത്തെ പഞ്ച് ലിവ് മോർഗൻ്റെ ഭാഗത്തു നിന്നാണ് വരുന്നത്. ഇതിനെ കൗണ്ടർ ചെയ്തിട്ടുള്ള ഒരു മിസൈൽ ഡ്രോപ്പ് കിക്ക് ലിവ് മോർഗൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു. ലിവ് മോർഗൻ സ്റ്റാൻഡിങ് ടോൾ എന്നുള്ള രീതിയിലാണ് ഒരു സെഗ്മെൻറ്റ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. റോ എപ്പിസോഡിൽ പിന്നീട് നമുക്കൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻ്റ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ജെ ഊസോ, ജിമ്മി ഊസോ തുടങ്ങിയവരുടെ ആ ഒരു സെഗ്മെൻറ്റ്. അങ്ങോട്ടേക്ക് ജേക്കബ് ഫാറ്റു വരുന്നു. ജേക്കബ് ഫാറ്റു സ്മാക്ഡൗണിലേക്ക് വന്നതിനെ സംബന്ധിച്ചും സോളോ സിക്കോവയോട് സംസാരിച്ചതിനെ സംബന്ധിച്ചും ജെ ഊസോ ചോദിക്കുന്നു. അതിന് നിന്നോട് മറുപടി പറയേണ്ട ആവശ്യം തനിക്കില്ല എന്ന് പറയുന്നു. സോളോ സിക്കോവയ്ക്ക് ഒരു മെസ്സേജ് കൊടുക്കാനാണ് താൻ പോയത്. പക്ഷേ സോളോ അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി പറഞ്ഞിട്ടില്ല. റോ എപ്പിസോഡിൽ ചിലപ്പോൾ സോളോ വന്നേക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതും ജേക്കബ് ഫാറ്റു ഒരു വാർണിംഗ് പോലെ പറഞ്ഞു പോകുന്നതും വരികയാണെങ്കിൽ അവനുള്ള മറുപടി താൻ കൊടുക്കുമെന്നുള്ള രീതിയിൽ തിരിച്ചൊരു വെല്ലുവിളി ജേക്കബ് ഫാറ്റു ഉന്നയിക്കുന്നതായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു സെഗ്മെൻ്റ് ആയിരുന്നു. വലിയ മിനിറ്റുകളൊന്നും നമുക്ക് ആ ഒരു സെഗ്മെൻറ്റിൽ നിന്ന് കാണാൻ സാധിച്ചില്ല. റോ എപ്പിസോഡിൽ നമ്മൾ എല്ലാവരും ഇൻട്രസ്റ്റിങ്ങോട് കൂടി കാത്തിരിക്കുന്ന ഡൺ ഹാൻസൻ്റെ സെഗ്മെൻ്റ് ആയിരുന്നു പിന്നീട് ബാക്ക് സ്റ്റേജിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഡൺ ഹാൻസൻ്റെ ആ പരീക്ഷണ മുറിയിലേക്ക് ജഡ്ജ്മെൻ്റ് ടീമിൻ്റെ നിലവിലെ ലീഡറായ ട്രിപ്പിൾ എ മെഗാ ചാമ്പ്യനായ ഡൊമിനിക് മിസ്റ്റീരിയോയും JD മെക്ഡോണയും കയറി ചെല്ലുന്നു. ഇവർക്ക് മുൻപത്തെ റോ എപ്പിസോഡിൽ ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പൈസ തിരികെ വേണമെന്നുള്ളത് ഡൺ ഹാൻസനോട് ആവശ്യപ്പെടുന്നു. തിരികെ തരാൻ സാധിക്കില്ല, അത് തൻ്റെ പരീക്ഷണങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്നു. ഈ ഇരിക്കുന്ന ബോക്സിന് വേണ്ടിയിട്ടാണോ നീ ഇത്രയധികം പൈസ മുടക്കിയത് എന്ന് ചോദിച്ച് JD മെക്ഡോണ അതിലേക്ക് കൈവയ്ക്കുന്നു. അദ്ദേഹത്തിന് ഷോക്കടിച്ച് JD മെക്ഡോണ എഴുന്നേറ്റ് വരുന്ന സമയത്ത് തന്നെ ഡൺ ഹാൻസൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. റോ എപ്പിസോഡ് പിന്നീട് റിങ്ങിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ മത്സരമായിട്ട് LA നൈറ്റ് വേഴ്സസ് ജിമ്മി ഊസോ തമ്മിലുള്ള മത്സരം നടക്കുന്നു. ഈ മത്സരത്തിൽ സ്റ്റോറിക്കായിരുന്നു പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്.
പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മത്സരം അതിഗംഭീരമാണ്, ഒരു മിഡ് ലെവലിലാണ് എന്നൊന്നും പറയാൻ സാധിക്കില്ല. സ്ലോ പേസോട് കൂടിയിട്ടുള്ള ഒരു മത്സരമായിരുന്നു. LA നൈറ്റിന് കുറച്ചും കൂടി ടൈം ലഭിക്കുന്ന ഒരു സിംഗിൾസ് മത്സരം കുറച്ചധികം നാളുകൾക്ക് ശേഷം റോ എപ്പിസോഡിൽ ലഭിച്ചു. ജിമ്മി യൂസോയ്ക്കും ഒരു മത്സരം ലഭിച്ചു എന്നുള്ളതായിരുന്നു വലിയൊരു പ്രത്യേകത. അങ്ങനെ മത്സരം തുടങ്ങി രണ്ടുപേരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ കൗണ്ടർ ചെയ്തിട്ട് കുറേയധികം DDT നെക്ക് ബ്രേക്കറൊക്കെ മൂവ് ചെയ്തിട്ട് പോകുന്നു. അപ്രതീക്ഷിതം എന്നോണം ക്രൗഡിൻ്റെ ഇടയിലൂടെ സോളോ സിക്കോവ വരുന്നു. സോളോ സിക്കോവ വന്നിട്ട് ആ ടേൺ ബക്കിളിൽ സ്പ്ലാഷ് ചെയ്യാൻ വേണ്ടി കയറി നിന്ന ജിമ്മി യൂസോയുടെ മുഖത്തേക്ക് നോക്കി ആ ഏപ്രണിൽ കയറി നിന്നുകൊണ്ട് ചിരിക്കുന്നു. എന്നിട്ട് എന്താണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി അവിടെ ആളുകളിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ സമോവൻ സ്പൈക്ക് ഉപയോഗിച്ചുകൊണ്ട് ജിമ്മി ഊസോയെ സോളസിക്കോവ ആക്രമിക്കുന്നു. LA നൈറ്റിന് വിജയിക്കാനുള്ള അവസരം കൊടുക്കുന്നു. BFT എന്ന് പറയുന്ന ഫിനിഷർ അടിച്ച് ജിമ്മി യൂസോയെ പരാജയപ്പെടുത്തിക്കൊണ്ട് LA നൈറ്റ് വിജയം കരസ്ഥമാക്കുന്നു. സോളസിക്കോവ ചിരിച്ചുകൊണ്ട് കാണികളുടെ ഇടയിലൂടെ അദ്ദേഹം ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്ന ഒരു മൊമെൻറ്റും കൂടി കാണിച്ചിട്ടാണ് ആ ഒരു രംഗങ്ങൾ അവസാനിക്കുന്നത്. പിന്നീട് റോ എപ്പിസോഡിൽ ജഡ്ജിയുടെ ടീമിൻ്റെ ഒരു സെഗ്മെൻ്റ് ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. റെഗൽ റോഡ്രിഗസ് ആ സെമി ഫൈനൽ മത്സരത്തിൽ പരാജയപ്പെട്ടതിനെ സംബന്ധിച്ച് റോക്സിനി പെരസിനോട് സംസാരിക്കുന്നു. റോക്സിനി പെരസും വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് ഒരു സെഗ്മെൻറ്റിൽ നിൽക്കുന്നത്. അങ്ങോട്ടേക്ക് ഡൊമിനിക് മെയ്സ്റ്റിരിയും ഷോക്ക് കിട്ടിയ JD മെക്ഡോണയും വരുന്നു. മെഡിക്കൽ സ്റ്റാഫിൻ്റെ അടുത്തേക്ക് പോകണമെന്നുള്ളതും JD മെക്ഡോണയ്ക്ക് സീരിയസ് ആണ് എന്നുള്ളതും പറയുന്നു. അങ്ങോട്ടേക്ക് ലിക് മോർഗൻ വരുന്നു. തനിക്ക് സംഭവിച്ചത് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ഇയോസ്കയുടെ ആക്രമണത്തെ സംബന്ധിച്ചാണ് ലിക് മോർഗൻ സംസാരിക്കുന്നത്. ഞങ്ങൾ ഇത് തന്നെയാണ് സംസാരിക്കുന്നത്, നിൻ്റെ പ്രശ്നങ്ങൾ മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ നീ കാണണം എന്നുള്ളതും റെഗൽ ലിക് മോർഗനോട് പറയുന്നു. അപ്പോൾ റെഗൽ റോഡ്രിഗസിനോട് വുമൻസ് ഇന്റർകോണ്ടിനൽ ചാമ്പ്യൻഷിപ്പിന് പോകാനും പെന്നയുടെ കൈവശമുള്ള ഇന്റർകോണ്ടിനൽ ചാമ്പ്യൻഷിപ്പിന് ഡൊമിനിക് മെയ്സ്റ്റിരിയും JD മെക്ഡോണയും ശ്രമിക്കണം എന്നുള്ളതും പറയുന്നു. അങ്ങനെ മെഡിക്കൽ സ്റ്റാഫിൻ്റെ അടുത്തേക്ക് JD മെക്ഡോണയുമായിട്ട് ഡൊമിനിക്കും ലിക് മോർഗനും നടന്നു നീങ്ങുന്നതായിട്ടുള്ള ഒരു മൊമെൻ്റാണ് കാണാൻ സാധിക്കുന്നത്. റോക്സിനി പെരസിന് ആരും പ്രത്യേകിച്ചൊരു വില കൊടുക്കുന്നതായിട്ട് ആ ഒരു സെഗ്മെൻറ്റിൽ കാണിച്ചിട്ടില്ല. പിന്നീട് റോ എപ്പിസോഡിൽ സെത്ത് റോളിൻസിൻ്റെ ഒരു ബാക്ക് സ്റ്റേജ് സിറ്റ് ഡൗൺ ഇൻ്റർവ്യൂ സെഗ്മെൻ്റ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ സ്റ്റീൽ കേജ് മത്സരത്തിൽ ബ്രോൺ ബ്രേക്കർ എന്ന റെസ്ലറിനെ എതിരെ മത്സരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള റിസ്കുകളെ സംബന്ധിച്ചാണ് സെത്ത് സംസാരിക്കുന്നത്. താനായിട്ട് തുടങ്ങിയത് താനായിട്ട് തന്നെ അവസാനിപ്പിക്കാൻ പോകുകയാണ് എന്നുള്ളതും സെത്ത് പറയുന്നു. കുറേയധികം റിസ്ക് ഉണ്ട്, അപകടമുണ്ട് എന്ന് അറിയാം, പക്ഷേ ഇത് ഇങ്ങനെ അവസാനിപ്പിച്ചാൽ മാത്രമേ തനിക്ക് ഇനി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കൂ എന്നുള്ളതും സെത്ത് പറയുന്നുണ്ട്. ബാക്ക്ലാഷിൽ തനിക്ക് വിജയിക്കാൻ സാധിച്ചില്ല, പക്ഷേ സ്ട്രീറ്റ് പ്രോഫിറ്റ്സിൻ്റെ ഒരു സഹായം കിട്ടിയപ്പോൾ തനിക്ക് എപ്പിസോഡിൽ ബ്രോൺ ബ്രേക്കറിനെ പരാജയപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതും സെത്ത് പറയുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു സപ്പോർട്ട് സ്ട്രീറ്റ് പ്രോഫിറ്റ്സിൻ്റെ കൂടെ നിൽക്കുമ്പോൾ സെത്തിന് ഇപ്പോൾ ലഭിക്കുന്നത് കൊണ്ട് തന്നെ അതൊരു പോസിറ്റീവായി എടുത്തിട്ടാണ് സെത്ത് ഈ ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്നത്. കൂടാതെ ദ വിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിനെതിരെയുള്ള സ്റ്റോറി ഈ സ്റ്റീൽ കേജ് മത്സരത്തിന് ശേഷം അവസാനിപ്പിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് സെത്ത് സംസാരിക്കുന്നത്. അദ്ദേഹം ഈ സ്റ്റോറി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാത്ത റോമൻ റെയിൻസിൻ്റെ കൈവശം നിലയിലുള്ള വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് പോകുമെന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ടോക്ക് ഈ ഒരു സിറ്റ് ഡൗൺ ഇൻ്റർവ്യൂവിൽ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് എന്ത് എന്നുള്ളത് സെത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. പിന്നീട് നമുക്ക് റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചത് അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിലേക്ക് വേണ്ടി അഡ്വർട്ടൈസ് ചെയ്യപ്പെടുന്ന ഒരു മത്സരത്തിന് അതിൻ്റെ ഒരു ബിൽഡപ്പ് ആയിരുന്നു. അതിൽ ഡൊമിനിക് മെയ്സ്റ്റിരിയോ JD മെക്ഡോണ ലിക് മോർഗൻ തുടങ്ങിയവർ ചാറ്റ് ഗേബിളിൻ്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നു. അതിൽ ചാറ്റ് ഗേബിൾ ആദ്യം ആദം പിയേഴ്സിനോട് പറയുകയായിരുന്നു പെന്നയുടെ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരു മത്സരം തനിക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഡൊമിനിക്ക് വന്നിട്ട് പറയുന്നുണ്ട്, എല്ലാ ലൂച്ച റെസ്ലേഴ്സിനോടും നീ മാപ്പ് പറഞ്ഞു, എന്താണ് കിങ് ഓഫ് ദ ലൂച്ചലോറായ തന്നോട് മാപ്പ് പറയാത്തത് എന്ന്, ഞാൻ എന്തിന് നിന്നോട് മാപ്പ് പറയണം എന്നുള്ളതും ചാറ്റ് ഗേബിൾ തിരിച്ചു ചോദിക്കുന്നു. നീയാണ് എന്നെ മെക്സിക്കോയിലേക്ക് അയച്ചവരിൽ മുൻപന്തിയിൽ നിന്നത്, എന്തായാലും നിനക്കെതിരെ വേണമെങ്കിൽ ഞാൻ മാപ്പ് പറയാം, അത് നീ എന്നെ ഒരു മത്സരത്തിൽ പരാജയപ്പെടുത്തിയത് അതിനുശേഷം മാത്രമായിരിക്കും മാപ്പ് പറയുക എന്നത്. അപ്പോൾ ഡൊമിനിക് മെയ്സ്റ്റിരിയോ പറയുന്നുണ്ട് തൻ്റെ ഒരു രാജാവാണ്, കിങ് ആണ്, ആദ്യം നീ JD മെക്ഡോണയ്ക്കെതിരെ മത്സരിക്കൂ. അപ്പോൾ ചാറ്റ് ഗേബിൾ അതിന് ഓക്കെ പറയുന്നു. അടുത്ത റോ എപ്പിസോഡിൽ മത്സരം ആദം പിയേഴ്സ് കൺഫേം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു രംഗമാണ് കാണാൻ സാധിച്ചത്. ചാറ്റ് ഗേബിൾ വേഴ്സസ് JD മെക്ഡോണ തമ്മിലുള്ള ഒരു മത്സരം അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്യപ്പെടുകയുണ്ടായി. ഏറ്റവും അവസാനമായി മെയിൻ ഇവൻറ്റിൽ നടന്നിട്ടുണ്ടായിരുന്നത് വേൾഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. റോ എപ്പിസോഡിലെ 4ാമത്തെയും മെയിൻ ഇവൻറ്റുമായിട്ട് നടന്ന ഈ ഒരു വേൾഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ നിലവിലെ ചാമ്പ്യനായ ദ വിഷൻ എന്ന് പറയുന്ന ടീം ഓസ്റ്റിൻ തിയറി, ബ്രോൺ ബ്രേക്കർ തുടങ്ങിയവർ സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ടീമിലെ മോൻറ്റസ് ഫോർഡ്, ഏഞ്ചലോ ഡോക്കിൻസ് തുടങ്ങിയവർക്കെതിരെയായിരുന്നു ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടൈറ്റിൽ ചേഞ്ചിന് ഏറ്റവും വലിയൊരു സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു മത്സരമായിരുന്നു. കാരണം ബ്രോൺ ബ്രേക്കർ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് ഒരു സ്റ്റീൽ കേജ് മത്സരത്തിന് വേണ്ടി പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈവശം ഈ ഒരു വേൾഡ് ടാഗ് ടീം ടൈറ്റിൽ നഷ്ടപ്പെടാതെ ഇരിക്കുന്നത് അത് ബ്രോൺ ബ്രേക്കറിന് ഈ മെയിൻ ഇവൻറ്റ് തലത്തിലേക്ക് കയറി വരുന്നതിന് വലിയ തടസ്സമായിരിക്കും. ഇനിയിപ്പോൾ
ബ്രോൺ ബ്രേക്കറും ഓസ്റ്റിൻ തിയറിയും അല്ലാതെ ഇഞ്ചേർഡ് അല്ലാത്ത മറ്റൊരു ആക്റ്റീവ് റെസ്ലർ ഈ ദ വിഷൻ ടീമിൽ ഇല്ല എന്നുള്ളതും ഇവരുടെ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ഇവർ പരാജയപ്പെടാൻ പോകുന്നു എന്നുള്ളത് ഒരു തെളിവായി നമുക്ക് മുന്നിലേക്ക് വരുന്നതായിരുന്നു. റിസൾട്ടും അതിലേക്ക് തന്നെയാണ് കൊണ്ടുപോയത്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേയധികം മൊമെൻറ്റ്സ്, നല്ലൊരു സ്റ്റോറി നമുക്കിതിൽ കാണാൻ സാധിച്ചു. ലോഗൻ പോൾ മത്സരത്തിൽ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒപ്പം വന്നിട്ടുണ്ടായിരുന്നു. ഇതേ ലോഗൻ പോളൻ ഈ ഓസ്റ്റിൻ തിയറിയെ കാലെടുത്തിട്ട് ആ റോപ്പിലേക്ക് വെക്കുമ്പോൾ റഫറി ലോഗൻ പോളിനോട് ബാക്ക് സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ റിംഗ് സൈഡിൽ നിന്ന് ഇജക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ലോഗൻ പോൾ പിന്നീട് ആ ബ്രാസ് നെക്കിൾസ് ഓസ്റ്റിൻ തിയറിക്ക് കൊടുക്കാൻ വേണ്ടി വരുന്നു. അവിടെ ജോ ഹെൻറിയുടെ മ്യൂസിക് പ്ലേ ആക്കുന്നു. ജോ ഹെൻറിയെ ഈ ഓസ്റ്റിൻ തിയറി സ്റ്റീൽ ചെയർ കൊണ്ട് ആക്രമിച്ച് അദ്ദേഹത്തെ സ്റ്റോറി ലൈൻ ഇഞ്ചുറി കാണിച്ച് അദ്ദേഹത്തെ പറഞ്ഞയച്ചതാണ്. ഈ ജോ ഹെൻറിയുടെ ഒരു റിട്ടേൺ ലണ്ടൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഹോം ടൗണിൽ വെച്ച് നടത്തുന്നു. അങ്ങനെ ജോ ഹെൻറി വന്നിട്ട് ലോഗൻ പോളിനെ കാണികളുടെ ഇടയിലൂടെ ഓടിക്കുന്നു. ഈ അവസരത്തിൽ ബ്രാസ് നെക്കിൾസ് ഉപയോഗിച്ചുകൊണ്ട് സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ടീമിനെ ആക്രമിക്കാൻ ഓസ്റ്റിൻ തിയറി ശ്രമം നടത്തുന്നു. സെത്ത് റോളിൻസിൻ്റെ മ്യൂസിക് പ്ലേ ആകുന്നു. സെത്ത് റോളിൻസ് എൻട്രൻസ് റാമ്പിലൂടെ വരുമെന്ന് പ്രതീക്ഷിച്ച് ബ്രോൺ ബ്രേക്കർ അവിടെ നോക്കി നിൽക്കുന്നു. പക്ഷേ സെത്ത് വന്നത് കാണികളുടെ ഇടയിലൂടെയാണ്. അങ്ങനെ ആ ബ്രാസ് നെക്കിൾസ് എടുത്തുകൊണ്ട് സെത്ത് ഓസ്റ്റിൻ തിയറിയെ പഞ്ച് ചെയ്യുന്നു. ഈ വർഷം മുതലെടുത്തുകൊണ്ട് സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് പുതിയ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാർ ആകുന്നതാണ് കാണാൻ സാധിച്ചത്. അതിഗംഭീരവും മനോഹരമായിട്ടുള്ള ഒരു എൻഡിങ് നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിന് മുൻപുള്ള ഏറ്റവും അവസാനത്തെ റോ എപ്പിസോഡിൽ ഇന്ന് കൊടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. പക്ഷേ സംഭവബഹുലമായിട്ടുള്ള മൊമെൻറ്റ് റോ എപ്പിസോഡിന് ശേഷമാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. റോ എപ്പിസോഡിന് ശേഷം കാണികളെ അഡ്രസ് ചെയ്യുന്ന സെത്ത് റോളിൻസിൻ്റെ സെഗ്മെൻറ്റിൽ അതിൽ ബ്രോൺ ബ്രേക്കറും ഓസ്റ്റിൻ തിയറിയും വന്നിട്ട് സെത്തിനെ ആക്രമിക്കുന്ന ഒരു സമയത്ത് ഒബാഫെമിയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു രക്ഷപ്പെടുത്തലാണ് സെത്തിന് ഒരു സഹായം എന്നോണം, ഒരു സഹായ കൈ എന്നോണം കിട്ടിയത്. അത് സെത്ത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. ഒബാഫെമി വന്നിട്ട് ദ വിഷൻ ടീമിലെ ബ്രോൺ ബ്രേക്കർ, ഓസ്റ്റിൻ തിയറി തുടങ്ങിയവർക്കെതിരെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടുള്ള വീഡിയോസും ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് വലിയൊരു മത്സരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം ലണ്ടൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച്, യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്ന ആ സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ റോ എപ്പിസോഡ് നടന്നിട്ടുണ്ടായിരുന്നത്. സ്മാക്ഡൗൺ എപ്പിസോഡും ഇതേ സ്ഥലത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്മാക്ഡൗൺ എപ്പിസോഡ് ഇന്ന്, അതായത് ജൂൺ 23-ാം തീയതിയാണ് നടക്കുന്നത്. നമുക്ക് സാധാരണ സ്മാക്ഡൗൺ എപ്പിസോഡ് കാണാൻ സാധിക്കാറുള്ളത് ഈ ശനിയാഴ്ച ദിവസങ്ങളിലാണ്. അമേരിക്കയിലാണെങ്കിൽ, യൂറോപ്പിലാണെങ്കിൽ അത് വെള്ളിയാഴ്ച രാത്രി 11:30 മുതലാണ് നമുക്ക് കാണാൻ സാധിക്കാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം റോ എപ്പിസോഡ് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ പ്രീ ഷൂട്ട് ചെയ്യാനാണ് സ്മാക്ഡൗണിനെ സംബന്ധിച്ച് അവർ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ സ്മാക്ഡൗണിലേക്കോ അല്ലെങ്കിൽ സ്മാക്ഡൗൺ എപ്പിസോഡ് കഴിഞ്ഞിട്ടുള്ള ഒരു ഡാർക്ക് മാച്ചായിട്ടോ ഒരു ടാഗ് ടീം മത്സരം, ഒരു മെഗാ ടാഗ് ടീം മത്സരം കൺഫേം ചെയ്യുകയുണ്ടായി. സെത്തും ഒബാഫെമിയും ടീം ആയിക്കൊണ്ട് ദ വിഷൻ ടീമിലെ ബ്രോൺ ബ്രേക്കർ, ഓസ്റ്റിൻ തിയറി തുടങ്ങിയവർക്കെതിരെ കളിക്കുന്ന ഒരു ടാഗ് ടീം മത്സരമാണ്. ഇത് ഒഫീഷ്യലായിട്ട് WWE സ്ഥിരീകരിച്ച ഒരു മത്സരമാണ്. അതിനൊരു ബിൽഡപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒബാഫെമി വന്നിട്ട് സെത്തിനെ രക്ഷിക്കുന്നതായിട്ടുള്ള ഒരു മൊമെൻറ്റ് കാണിച്ചത്. ഈ മത്സരം കൺഫേം ചെയ്യുന്നതും സെത്ത് തന്നെയാണ്. അതായത് അറീനയിൽ വന്നിട്ടുള്ള കാണികൾക്ക് വേണ്ടി മാത്രം നടത്തിയിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആയിരുന്നു. ഇനി ഈ ഒബാഫെമി, സെത്തും ടീം ആയിക്കൊണ്ട് വിഷനെ നേരിടുന്ന മത്സരം സ്മാക്ഡൗൺ എപ്പിസോഡിൽ അവർ കാണിക്കുമോ എന്നുള്ളത് നമുക്ക് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ അറിയാൻ സാധിച്ചേക്കാം. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ എപ്പിസോഡ് ഷൂട്ട് ചെയ്തതിന് ശേഷമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടും അതിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു സംശയമുള്ളത് സ്മാക്ഡൗൺ എപ്പിസോഡ് ഇനി നിങ്ങൾക്ക് എങ്ങനെ കാണാൻ സാധിക്കുമെന്നാണ്. പതിവ് പോലെ നെറ്റ്ഫ്ലിക്സിൽ ശനിയാഴ്ച തന്നെ സ്മാക്ഡൗൺ എപ്പിസോഡ് സ്ട്രീം ചെയ്യും. അതിൽ യാതൊരുവിധ വ്യത്യാസവുമില്ല. ഇത് മുൻകൂട്ടി ഷൂട്ട് ചെയ്യുന്ന, ഇന്ന് ഷൂട്ട് ചെയ്ത് വെക്കുന്ന എപ്പിസോഡാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ് ഈ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ് നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ട്രാവൽ ചെയ്യേണ്ടി വരും, ട്രെയിനിങ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് സ്മാക്ഡൗൺ എപ്പിസോഡ് മുൻകൂട്ടി ഷൂട്ട് ചെയ്ത് വെക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ കാര്യങ്ങളിൽ ഒരു ക്ലാരിഫിക്കേഷൻ ലഭിച്ചു എന്ന് കരുതുന്നു. വീഡിയോ സംബന്ധിച്ചും റോ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.